അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരിക്കലും മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഖദീജ ബീവി എവിടെ നബിയേ? ഖദീജ ബീവി എവിടെ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ ഖദീജാനെ തിരയുന്നത്? യാ റസൂലല്ലാഹ്, ഖദീജ ബീവിക്ക് അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. അടാർലൗല പാട്ടല്ല പെങ്ങളെ ഖദീജ, ആദല്ലാഹുവേ അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ, അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നടന്നു പോയ വഴിയിലെ മണ്ണാവാൻ യോഗ്യതയില്ലാത്ത പെങ്ങളെ ആരാണ് ഖദീജ എന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവിയെ കുറിച്ച് ജിബ്രീൽ പറയുന്നു, നബിയേ, ഖദീജ വരുമ്പോ ഒരു സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കണം നബിയേ. എന്താണ് ജിബ്രീലേ? ഖദീജയ്ക്ക് സ്വർഗ്ഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരമുണ്ട് നബിയേ. ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത്, ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഖദീജ ബീവിക്ക് ഒരു കൊട്ടാരമുണ്ടെന്ന് പറയണേ യാ റസൂലല്ലാഹ്. എന്തിനാ അല്ലാഹു കൊടുത്തതെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അല്ലാഹു എന്തിനാണ് കൊടുത്തതെന്നറിയുവോ? 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഖദീജ. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ സംസാരിച്ചിട്ടില്ല. അതിനല്ല കൊടുത്ത സമ്മാനവാ, അതിനല്ല കൊടുത്ത സമ്മാനവാ.